അമ്മച്ചി എന്തുവാ വാഴയിലേക്കായിട്ട് ഇന്ന് രാവിലെ ഇടിയപ്പം വരുന്നല്ലോ. ഇടിയപ്പത്തിൻ്റെ ബാക്കി കുറച്ച് മാവുണ്ട്. ആ മാവ് വെച്ചിട്ട് ഒരട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള പരിപാടികളിലാണ്. ഇപ്പോൾ വാഴയില വെട്ടി മാവുണ്ട്, പിന്നെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാനേ ഒരു വെറൈറ്റിക്ക് കുറച്ച് ഏത്തപ്പഴം കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താവും അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ കുറച്ച് ഏലക്ക ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ആക്കട്ടെ ആദ്യം. അപ്പോൾ നമുക്കിത് തേങ്ങയിലോട്ട് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര എടുക്കാം. എൻ്റെ ശർക്കര ഉണ്ട്, നോക്കിയിട്ട് കാണുന്നില്ല, തപ്പാനുള്ള നേരമില്ലാത്തതുകൊണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്ക എണ്ണം മതിയല്ലേ, ഒരുപാട് ഇട്ടായാലും ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പാത്രം കുറച്ച് ചെറുതായി പോയി, എല്ലാവരും ചെയ്യുന്നതായിരിക്കാം, എന്നാലും ഞാൻ ഏത്തപ്പഴം ഇട്ട് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഒരു വാഴയില എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മാവ് എടുക്കാം. അയാൻ ഇഷ്ടമില്ലാത്ത സാധനമായതുകൊണ്ട് അയാനൊരു ഉഷാറ് കാണിക്കട്ടെ അല്ലേ. അപ്പോൾ ഒരു ഉണ്ട എടുത്തു, നമുക്കിതിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് കൈ കൊണ്ട് പരത്തി എടുത്തിട്ടുണ്ട്. പരത്തിയെന്നായി. ഇനി നമുക്ക് കുറച്ച് തേങ്ങയുടെ ഏത്തപ്പഴത്തിൻ്റെയും കൂടെ ഉള്ള മിക്സിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്ന പരിപാടി നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്നറിയില്ല. എനിക്ക് എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും തൊട്ട് അപ്പം തന്നെ കൈ കഴുകും, അങ്ങനെയാണ് ഞാൻ. അപ്പം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അട സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാവേ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എല്ലാ അടയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അടുപ്പിലോട്ട് വെച്ച് പുഴുങ്ങിയെടുക്കാം, ആവിക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവിക്ക് വെച്ചെടുക്കാവേ. ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഒരു 10-20 മിനിറ്റ് അവിടെ ഇരുന്ന് വേകട്ടെ, എന്നിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ അട വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെന്ത് കാണും, നമുക്ക് എടുക്കാം അല്ലേ. ഇത് നോക്കിക്കോണേ. അപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരെണ്ണം എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കുന്നില്ല, തേങ്ങായും ഏത്തപ്പഴമൊക്കെ ആയതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അപ്പം നമുക്ക് ചായ ഇട്ടിട്ട് 4 മണിക്ക് അവർക്കൊക്കെ കൊണ്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഏത്തപ്പഴം ഇട്ടിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഏത്തപ്പഴത്തിൻ്റെ ഏത്തപ്പഴം പുഴുങ്ങിയതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.